ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ വർത്തമാനം? ഞാനിതാ രാവിലെ എണീച്ചു, ചായ വെച്ചു, ചായ കുടിക്കാൻ പോവുകയാണ്. ചായ കുടിച്ചിട്ടാണ് അടുത്ത പണിയുള്ളൂ. പിന്നെ കുട്ടിയില്ല, കുട്ടി ഇന്നലെ വന്നപ്പോൾ ഉമ്മാനോട് പോയി. ഞാനൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലത്തെ ബീഫ് ഞാൻ വേവിച്ച് ഗ്രേവിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ബീഫ് റോസ്റ്റായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാ പത്തിരി ഉണ്ടാക്കുകയാണ്. പത്തിരിക്ക് ഇതാ വെള്ളമൊക്കെ വെച്ചു. വെള്ളം തിളച്ചപ്പോൾ മാവ് കൂട്ടി നന്നായി ഇളക്കുക. നന്നായി ഇളക്കണം കേട്ടോ. ഇളക്കും വേണം, നന്നായി കുഴയ്ക്കുകയും വേണം. എന്നാലാണ് നല്ലൊരു പത്തിരിയായി പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ, നല്ല പൊങ്ങി വരുള്ളൂ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. സ്ലിമ്മിൽ വെച്ചിട്ടാണ് മാവ് ഇളക്കിയെടുക്കുന്നത്. അങ്ങനെ ഇതാ സ്ലിമ്മിൽ വെച്ചിട്ട് മാവ് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതവിടെ മൂടി വെച്ചു. മൂടി വെച്ചിട്ട് പിന്നെ കുറച്ചൊരു 10 മിനിറ്റ് ആയിട്ടാണ് അത് ഞാൻ കുഴയ്ക്കുള്ളൂ. അപ്പോഴേക്ക് അപ്പുറത്ത് പാൻ വെച്ചു. ഗ്യാസ് ഓണാക്കിയിട്ട് പാൻ വെച്ചു. എന്നിട്ട് ഞാൻ അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി ഉള്ളിയും മല്ലിയിലയും കറുവേപ്പിലയും ഇടും. മല്ലിയിലയും കറുവേപ്പിലയും ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് കൊട്ടുകയാണ്. പിന്നെ നല്ല റോസ്റ്റാക്കി എടുക്കുകയാണ്. ഒരു ഡാർക്ക് ബ്ലാക്ക് കളറിൽ, നല്ല ബ്ലാക്ക് കളറിൽ ആക്കി എടുക്കും ഞാൻ. അതിന് റോസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ്. ഇക്കാക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ബീഫ് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇക്കാക്ക് നല്ല ഇഷ്ടം. അപ്പം പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ വലിയ ഉള്ളിയൊക്കെ ഇട്ട് അത് ഇതായി വരുമ്പോഴേക്കും കുറച്ച് മല്ലിയിലയും കറുവേപ്പിലയും ഇട്ടും. എന്നിട്ട് ഇത്തിരി ഉപ്പിട്ട് നന്നായി വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇന്നിപ്പോൾ ഉച്ചക്കത്തെ വിശേഷമൊന്നുമില്ല. കാരണം ഇന്നലത്തെ കറിയും ചോറും എല്ലാം ഇരിക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ നേർച്ചയായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കറികളെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് കറിയൊന്നും വെക്കില്ല. അതുകൊണ്ട് ഞാൻ അതിന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കണില്ല. ഇന്നിപ്പോൾ രാവിലത്തെ മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല വാട്ടിയെടുക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ ഇക്കാക്കും വർക്കില്ല, പിന്നെ അങ്ങനെ ഉണ്ടാളഞ്ഞേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് ചൂടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഒന്നും വെക്കണില്ല. ഇതുണ്ടല്ലോ, പിന്നെ നല്ല വാട്ടിയെടുക്കുകയാണ്. അത് നന്നായിട്ട് വാട്ടി വന്നു എന്ന് നമുക്ക് തോന്നുമല്ലോ. ഉള്ളിൻ്റെ കളറൊക്കെ മാറുമ്പോഴാണ് അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ബീഫില്ലേ, ആ ബീഫ് അതിൽ കൊട്ടിയിട്ട് നന്നായി ഇളക്കിയെടുക്കും. നന്നായി ഇളക്കിയിട്ട് അതവിടെ കിടന്ന് ആ എണ്ണ അങ്ങനെ തെളിഞ്ഞ് മേലേക്ക് വരുന്നവരെ ഇളക്കിയിട്ട് അത് നല്ല കറുപ്പ് ആക്കിയെടുക്കും. കുരുമുളക് പൊടി അത്യാവശ്യം കൊട്ടുണ്ട്. 2-3 സ്പൂണൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി. കാരണം മുളക് പൊടി കുറയ്ക്കും, എന്നിട്ട് കുരുമുളക് പൊടി നന്നായി ഇടും. അല്ലാണ്ട് റോസ്റ്റ് അല്ലെങ്കിൽ സാധാ ബീഫ് കറിയാണെങ്കിൽ അത്യാവശ്യം കുരുമുളക് പൊടി മാത്രമേ ഇടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് സ്ലിമ്മിൽ വയ്ക്കും. പിന്നെ സ്ലിമ്മിൽ വെച്ചപ്പോൾ ഞാനിതാ അപ്പുറത്ത് പിന്നെ പത്തിരി കുഴക്കണം വേണ്ടി നിൽക്കുന്നുണ്ട്. ഒന്ന് റെഡിയായിട്ട് വേണം. അത് ഇങ്ങനെ കുഴച്ച് ഉരുട്ടി വയ്ക്കും. റോളാക്കി വെച്ചിട്ട് പിന്നെ എനിക്ക് പ്രസ്സിൽ നന്നായി അമർത്തിയിട്ട് പരത്തിയെടുത്തിട്ട് ചുട്ടെടുക്കും. അങ്ങനെ ചെയ്യാറ്. ബീഫ് കണ്ടു അങ്ങനെ ബ്രൗൺ കളറാക്കി ഒക്കെ വറ്റി വെറും ബീഫ് റോസ്റ്റായി വന്നിട്ടുണ്ട്. അത് നല്ല റോസ്റ്റായി വരുന്ന ശേഷം അതവിടെ സ്ലിമ്മിലവിടെ ആകട്ടെ. അപ്പോഴേക്കും ഞാനിതാ ഇപ്പുറത്ത് പത്തിരിയൊക്കെ ഉരുട്ടി റൗണ്ടാക്കി ബോളാക്കി വെച്ചിട്ടുണ്ട്. ഞാനതാ പ്രസ്സിൽ അമർത്തി എടുക്കുകയാണ്. പ്രസ്സിൽ അമർത്തിയാൽ ഒരു അത്യാവശ്യം വലിപ്പം കിട്ടും. എന്നാലും ഞാൻ ഇത്തിരി കൂടി വലിപ്പത്തിലാണ്, ശരിക്കും ഒരു 10-2 സൈസൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ കുറച്ചുകൂടി വലിപ്പത്തിലാണ് പത്തിരി ഉണ്ടാക്കുക. അപ്പോൾ വേഗം കഴിയുമല്ലോ. ചെറുതാക്കുമ്പോൾ കുറേ നേരം നമ്മൾ ഇരിക്കണ്ടേ. അപ്പോൾ പിന്നെ അത്യാവശ്യം ഈ വലിപ്പമാക്കി എടുക്കും. പിന്നെ ഒന്നും കൂടി ഞാൻ കുഴൽ വെച്ച് പരത്തിയെടുക്കും. അങ്ങനെ പത്തിരി ഉണ്ടാക്കൽ. പത്തിരി വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. നമുക്കൊക്കെ അത് വീട്ടമ്മമാർക്ക് നമുക്കൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് പിടിച്ച പണിയല്ലേ. ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്, തലേ ദിവസത്തെ കറി ഉണ്ടെങ്കിലേ പത്തിരി പണിക്ക് നിൽക്കുള്ളൂ. കാരണം കറിയും പത്തിരിയായി നിൽക്കുമ്പോൾ നല്ല സമയം വേവും, നമുക്ക് പണിയും കൂടുതലാണ്. വേറെ അത് അങ്ങനെ നിന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസമേ പോക്കാവും. കാരണം നേരം മൊത്തം വൈകുമല്ലോ. നമുക്ക് ഓരോ പണികൾ നമുക്ക് ഓരോ കണക്കും പിന്നെ സമയം എന്നൊക്കെ ഉണ്ടല്ലോ. പത്തിരിക്കും ഇറച്ചിയൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കാൻ നിന്നാൽ എന്തായാലും സമയം നല്ല വൈകും. പിന്നെ വർക്കിന് അവർക്കൊന്നും പറ്റില്ല, അപ്പോഴേക്കും ആവില്ല. അപ്പോൾ പിന്നെ ഞാനത് ഇറച്ചിക്കറി ഉള്ളതുകൊണ്ട് പത്തിരിക്ക് ചൂടോടാക്കി. പിന്നെ പത്തിരി ചൂടോടായപ്പോൾ
അപ്പോൾ ബീഫ് ചാറുണ്ടായ ചൂടാക്കി എടുത്തു, ബീഫ് റോസ്റ്റ് കൊടുത്തു, പത്തിരി എടുത്തു. പത്തിരി താഴ് ബോക്സിലൊക്കെ ആക്കി ഞാനും ഇക്കയും കൂടി കഴിക്കുകയാണ്. കുട്ടിയില്ല, കുട്ടി ഇന്നലെ കരഞ്ഞിട്ട് ഇമ്മ പോകുമ്പോൾ താത്താൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ അവൻ്റെ കൂടെ പോകണമെന്നിട്ട് അവൾ അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.